ജർമ്മനിക്ക് പോകാനുള്ള മോഹം പലർക്കും ഉണ്ടാവും. പക്ഷേ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് ചുരുക്കം ചിലർക്ക് മാത്രമായിരിക്കും. അങ്ങനെ ഇതാ നമ്മുടെ എഡ്വിസ്റ്റിൽ നിന്ന് ഒരു സ്റ്റുഡന്റൂടെ ജർമ്മനിക്ക് പോവാണ്. നമ്മുടെ കൂടെയുള്ളത് ആകാശാണ്. വെൽക്കം ആകാശ്. ഫൈനലി അങ്ങനെ നമുക്ക് കോൺട്രാക്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു എനിക്ക് എന്റെ കാര്യത്തിൽ ചെയ്യുന്നതിലൊക്കെ, ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ റീജോയിൻ ചെയ്താണ്. ആദ്യം ഒന്ന് ജോയിൻ ചെയ്തിട്ട് പിന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തായിരുന്നു. അപ്പം വീണ്ടും റീജോയിൻ ചെയ്യുക പറഞ്ഞപ്പോഴും നല്ല സപ്പോർട്ടായിരുന്നു തന്നത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ജോയിൻ ചെയ്തോ, മാക്സിമം പറ്റുന്നത്ര നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എന്റെ കൂടെ ഇതുവരെ എന്റെ കൂടെ അതേപോലെ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു എന്നാണ്. അപ്പൊ എഡ്വിസ്റ്റിൽ എന്താണ് ജോയിൻ ചെയ്തത്? ഞാൻ നവംബർ ലാസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായി. അപ്പം ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ട് വന്ന സമയത്ത് വീണ്ടും ഡ്രോപ്പ് ചെയ്തായിരുന്നു. എന്നിട്ട് പിന്നെ മാർച്ച് ഫസ്റ്റ് ആയപ്പോഴാണ് റീജോയിൻ ചെയ്തത്. അപ്പൊ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായെന്ന് വെച്ചാൽ ഏപ്രിലിലേക്ക് കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് അറിയാം ഏപ്രിൽ എന്താണെന്ന് കിട്ടൂല, അതിനുള്ള ടൈം കഴിഞ്ഞു എന്നറിയായിരുന്നു. എങ്കിലും എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നോക്കാന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത. പക്ഷെ മാക്സിമം പറ്റുന്നത്ര നോക്കാന്ന് പറഞ്ഞായിരുന്നു അന്ന്. എന്നിട്ട് അതിൽ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം തൊട്ടടുത്ത ഇൻടേക്കിലേക്ക് എങ്ങനെയും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് വലിയ ലാഗൊന്നും ഉണ്ടായില്ല, കാരണം എല്ലാം അതേപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് തന്നു. കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ. അതേപോലെ ക്ലാസ് നല്ല രീതിക്ക് എല്ലാം റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അത് അതേപോലെ തന്നെ ചെയ്തു. ഇവിടുന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഫോളോ അപ്പ് ചെയ്ത് പോയി. എല്ലാം അടിപൊളിയായിട്ട് ഫൈനലി കോൺട്രാക്റ്റും കിട്ടി. കോൺട്രാക്ട്. അപ്പോ വീട്ടിലൊക്കെ എന്തായിരുന്നു ആ ഒരു ടൈമിലുള്ള? വീട്ടില് ആദ്യം ഒരു ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പൊക്കെ ഒരു വിഷമം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഡ്രോപ്പ് ചെയ്തായതുകൊണ്ട് അത്രയും സമയം പോയല്ലോ എന്നുള്ളത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് അധികം ലാഗ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേക്ക് അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാം നടക്കില്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പൊ ജർമ്മനിയിൽ പോകണം എന്ന് ആദ്യമായിട്ട് ആ ഒരു ഫീല് വന്നത് എപ്പോഴായിരുന്നു? ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ടല്ല, പ്ലസ് ടു കഴിഞ്ഞ ഒരു കോഴ്സ് കൂടെ ചെയ്തായിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതാണ് ഇവിടെ. ആ ഡിഗ്രി വെച്ചിട്ട് എനിക്കിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടായില്ല. അങ്ങനെ ഒരു തോന്നപ്പം ജർമ്മനിയിൽ ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും അതിനെപ്പറ്റി കൂടി കേട്ടു. അപ്പൊ പിന്നെ ഞാൻ ലാംഗ്വേജ് പഠിക്കാന്ന് വിചാരിച്ചു. അപ്പോഴും ഏത് കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് എടുക്കണം എന്നതിനെ പറ്റിയൊന്നും ഒരു ചിന്ത ഉണ്ടായില്ല. അപ്പൊ അതൊക്കെ വന്നത് ഈ കോഴ്സ് അതായത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമായിരുന്നു എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വന്നത്. ഇപ്പൊ പഠിക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞാലാണെങ്കിലും ഒന്ന് സ്റ്റേബിൾ ആവാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ എഡ്വിസ്റ്റിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? എഡ്വിസ് ശരിക്കും എനിക്ക് എന്നെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. അപ്പൊ ആള് ഇതുവഴി പോയതല്ല, പക്ഷെ ആള് ഇതിലിങ്ങനെ കണ്ടിട്ട് ആൾക്കൊരു ട്രസ്റ്റ് തോന്നി. ഇതുവഴി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും, എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ആൾക്കൊരു ട്രസ്റ്റ് ഉണ്ടായിട്ട് ആൾ എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് വന്ന് കോൺടാക്ട് ചെയ്തപ്പോ ഞാൻ ഫസ്റ്റ് ആണെങ്കിൽ എന്റെ ആദ്യത്തെ 2 പേയ്മെന്റ് ചെയ്തതും വന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഈ ഓഫീസിലൊന്നും വന്നിട്ടുണ്ടായില്ല. ജസ്റ്റ് കോള് അതുപോലെ സംസാരത്തിലൂടെ മാത്രമായിരുന്നു. ഞാൻ ജസ്റ്റ് ആ ഒരു ട്രസ്റ്റിലാണ് ഞാൻ എല്ലാം ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്റർവ്യൂ ഒക്കെ ആയ ഒരു ടൈമിലാണ് ഞാൻ പിന്നെ ലാസ്റ്റ് എനിക്ക് 3rd പേയ്മെന്റ് സമയത്താണ് ഞാൻ ഇവിടെ വരുന്നതും ഓഫീസ് കാണുന്നതൊക്കെ. ആ ഒരു ടൈപ്പിലാണ് അപ്പൊ ഇവിടേക്ക് വരുന്നത്. എന്റെ ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വരുന്നതും കാണുന്നു ഓഫീസിൽ വരുന്നതൊക്കെ ആ സമയത്ത്. നമ്മളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കോർഡിനേഷൻ ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു? നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. വെച്ചാൽ തുടക്കത്തൊട്ടേ അതേപ്പം പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്നത് പലരും ആയിരിക്കും. എന്ന് വെച്ചാൽ ആദ്യം വിളിച്ച ആളെല്ലാം ഉണ്ടാവും വിളിക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ആളുടെ ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയ അതേ സപ്പോർട്ട് തന്നെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അതെ, നിങ്ങൾ സെൽഫ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? നോക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എങ്ങനെ കിട്ടുവാണെങ്കിൽ ഒരു ലക്കാണല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ട്രൈ ചെയ്തു. അതായത് മെയിൽ ഐ ഡി പലയിടത്തും പോയി തപ്പി കണ്ടുപിടിച്ച് തന്നെ സെൽഫായിട്ടൊക്കെ അയച്ചു നോക്കി. പക്ഷെ റിപ്ലൈ ഒന്നും വന്നിട്ടുണ്ടായില്ല. അതെ, നമ്മളിപ്പം എഡ്വിസ്റ്റിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? മീൻസ് ട്രസ്റ്റബിൾ ആണെന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നോ? ട്രസ്റ്റബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70% ആയിരുന്നു എന്റെ മനസ്സിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോയ കുട്ടികളെ അല്ലെങ്കിൽ ഒരു ഇതും ഉണ്ടായില്ല. അങ്ങനെ ഒരു എഡ്വിസ്റ്റിനെ പറ്റി പറയണത് തന്നെ എന്റെ ഒരു ഫ്രണ്ട് ഒരു ആഡ് കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തരുന്നത്. അപ്പൊ ആഡ് കണ്ടപ്പോ തന്നെ അത്യാവശ്യം ട്രസ്റ്റബിൾ ആണെന്ന് തോന്നി. ഇവിടുന്ന് പോയ കുട്ടികളെ പറ്റിയൊക്കെ പിന്നെ നോക്കി, പേജിലെല്ലാം കയറി നോക്കി. അങ്ങനെയാണ് പിന്നെ എനിക്കൊരു ഇത് തോന്നി. അപ്പോഴൊരു 70% പിന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് അതായത് നമ്മൾ ഇവിടുന്ന് തന്ന അതേ ഇൻസ്ട്രക്ഷൻസ് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എൻഡ് ഇയർ നമ്മളെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് മുതൽ എൻഡ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നോ? തീർച്ചയായും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം തൊട്ടേ എന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഇതുവരെ എന്റെ കൂടെ നിന്നതുമല്ല. ആ സപ്പോർട്ട് ആദ്യം തൊട്ടുള്ള പോലെ തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓക്കെ ആയിരുന്നോ ക്ലാസ്? അതെയായിരുന്നു. ക്ലാസ് ഇപ്പോ എനിക്ക് ഫസ്റ്റ് ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ മോർണിംഗിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പറഞ്ഞപ്പോ തന്നെ അന്നേരം തന്നെ എനിക്ക് ക്ലാസ് വൈകിട്ട് ഈവനിങ് സെക്ഷനിലോട്ട് അറേഞ്ച് ചെയ്തു തന്നു. പിന്നെ അതുപോലെ ആ ക്ലാസ് ഒക്കെ ഡെയിലി അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇതുവരെ കളഞ്ഞിട്ടുണ്ടായില്ല. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തായിരുന്നു. കാരണം അതിലാണ് നമ്മുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അത് ബേസ് ചെയ്തായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ അത്
ഇവിടുന്ന് പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു സ്റ്റേജിലേക്ക് മാറിയിട്ട് ഒരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു സ്റ്റേജിൽ വരുന്ന ക്ലാസ്സസിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ക്ലാസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ മാത്രമല്ലാണ്ട് നമ്മുടെ ലാംഗ്വേജ് കുറെ കൂടെ ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സാർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ആളുടെ ക്ലാസ്സിൽ നിന്നൊക്കെ ഒരുപാട് നല്ലപോലെയൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ കുറെ കൂടെ എനിക്ക് നല്ലപോലെ ഇമ്പ്രൂവ് ആയതായിട്ട് തോന്നിയിട്ടുണ്ട് ആളുടെ ക്ലാസ്. അതുകൊണ്ട് തന്നെ ആളുടെ ക്ലാസ് ഒന്നും മിസ് ചെയ്യലുണ്ടായില്ല. ഓക്കെ. അപ്പൊ ഇന്റർവ്യൂറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ നടത്തിയ ആളൊക്കെ എങ്ങനെയായിരുന്നു? കംഫർട്ട് സോൺ ആയിരുന്നു അത്? അതായത് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത്? അതെ, എനിക്കിപ്പോ ആദ്യം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു പേടിയുണ്ടായി, ഇപ്പൊ എങ്ങനെ ആയിരിക്കും, ഇപ്പൊ ആളെങ്ങനെ നിക്കാന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഇപ്പം ആ ഒരു രീതിയിലായിരുന്നു ആദ്യം നിന്ന്. പക്ഷെ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് നല്ലൊരു കംഫർട്ട് ആയിട്ട് തോന്നി. കാരണം ആള് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് സംസാരിച്ചത്. ഇപ്പൊ നമുക്ക് കുറെ കൂടെ ഒക്കെ നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയ പോലെ തോന്നി. അതായത് ഇപ്പം നിലവിൽ ഒരുപാട് കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ജർമ്മൻ സിവിലിയർ തന്നെയാണോ നിങ്ങൾക്ക് ഇന്റർവ്യൂസ് കണക്ട് ചെയ്യുന്നത്? സോ അതിനെ കുറിച്ച് എങ്ങനെയാണ്? ഇപ്പോ ജർമ്മനിയിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു ഇന്റർവ്യൂ എനിക്ക് കിട്ടിയതൊക്കെ. എന്റെ അടുത്ത് പറഞ്ഞതും അത് തന്നെയായിരുന്നു. ഇപ്പം ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ സെക്ഷനിൽ അതിന് മുമ്പ് ചെറിയൊരു ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നുള്ളവർ തന്നെയായിരിക്കും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തുന്നത് പറഞ്ഞു. അപ്പം അതിലേക്ക് അവരോട് ട്രസ്റ്റും ചെയ്തിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഇന്റർവ്യൂ കിട്ടിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. മാത്രമല്ല ഇന്റർവ്യൂവിന്റെ സമയത്ത് അവരിപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും നമ്മുടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത്, ഇപ്പൊ നമുക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് നല്ലപോലെ സംസാരിക്കുന്നുണ്ടായി, നമുക്ക് കൂടെ നിന്ന് തരുന്നുണ്ടായി. ഓവറോൾ ക്ലോസിംഗ് സ്മൂത്ത് ആയിരുന്നോ? വളരെ സ്മൂത്ത് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രോപ്പ് ചെയ്താന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്തപ്പോഴേ എനിക്കൊരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരുപാട് ലാഗ് ആകുമെന്നായിരുന്നു. കാരണം ആദ്യമേ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഞാൻ വേണ്ടാന്ന് വെച്ച് പോയതായിരുന്നു. അത് എന്റെ അവസ്ഥ ഉണ്ടായിരുന്നു, ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്. പക്ഷെ പിന്നെ റീജോയിൻ ചെയ്തപ്പോൾ അതുപോലെ ആയിരിക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു. പക്ഷെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ആദ്യം ഉണ്ടായിരുന്ന അതേ സപ്പോർട്ട് തന്നെയായിരുന്നു, സ്മൂത്ത് ആയിട്ട്. കോൺട്രാക്ട് ഇപ്പം റീസെന്റ് കിട്ടി, കിട്ടിയ സമയത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇന്റർവ്യൂ കഴിഞ്ഞൊരു എനിക്കൊന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു കൺഫേം ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൊ അന്നേരം ഞാൻ കുറച്ച് ഓക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ലാഗ്, ഇന്റർവ്യൂവിന്റെ എല്ലാം കഴിഞ്ഞ് മെയിൽ വന്നു, ഇന്ന പോലെ ഒരാഴ്ചക്കുള്ളിൽ കോൺട്രാക്ട് വരും എന്നൊക്കെ പറഞ്ഞു. അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് ഇപ്പൊ ഒരു നേരിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുക മെയിൽ. അതില് പെട്ടെന്ന് വന്നിട്ടൊന്നും ഉണ്ടായില്ല, കുറെ നോക്കി ഇങ്ങനെയൊക്കെ ഇരുന്ന്. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മെയിൽ കാര്യങ്ങളൊക്കെ വന്ന് ആ ഒരു മൊമെന്റിൽ ശരിക്കും ഹാപ്പി. കാരണം അത്രയും നാൾ ഇപ്പൊ ഞാൻ വരുവോ ഇല്ലയോ എന്നൊരു പേടിയും കൂടെ ആയി. ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, ഇന്റർവ്യൂ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഒരു ഹാപ്പി ആയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺട്രാക്ട് വരുന്നതിന്റെ ഒരു ലാഗ് വന്നപ്പോ ചെറിയൊരു പേടി തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് അവർ പറഞ്ഞു, ആ 1 വീക്കിനുള്ളിൽ തന്നെ വന്നു. പക്ഷെ എന്നാലും ആ ഒരു ലാഗിൽ എനിക്ക് എന്തോ കിട്ടുമോ ഇല്ലയോ ഒരു ഉറപ്പില്ലാത്തവരെയാണ്. പെട്ടെന്ന് കോൺട്രാക്ട് കണ്ടപ്പോഴത്തേക്ക് നല്ല ഹാപ്പിയായി. അവര് ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇത് ഈ കോൺട്രാക്ട് കിട്ടിയ സമയത്ത് ആരെയാണ് ഫസ്റ്റ് കോൺടാക്ട് ചെയ്തത്? ഫസ്റ്റ് വിളിച്ച ചേട്ടനായിരുന്നു. കാരണം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അവനായിട്ടാ. ആള് കാസർഗോഡ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആളുടെ അടുക്ക് ഞാൻ പറയില്ല. ഫസ്റ്റത്തെ ഞാൻ ഡ്രോപ്പ് ചെയ്ത സമയത്തും കുറച്ച് ശോകമായിരുന്ന സമയത്ത് അവന്റെ അടുക്ക് ഞാൻ സംസാരിച്ചു. അപ്പം കിട്ടിയപ്പോഴും അത് ആദ്യം അവനോട് തന്നെ പറയണമെന്ന് തോന്നി.